ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ഡെയിലി ചൂസ്. അപ്പോൾ വിഷുവിൻ്റെ തലേന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ പണികളിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ വിഷുവിൻ്റെ തലേന്നായതുകൊണ്ട് നാളത്തേക്ക് കണി വെക്കാനുള്ളത് നമ്മൾ ഒരുക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അവിടെ നമ്മൾ കൈനീട്ടം കൊടുത്തിട്ടില്ല പിള്ളേർക്ക് ചെന്നിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. കൂടാതെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്മൂമ്മ മരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുന്നത് ശരിയല്ലല്ലോ, അവിടെ ഇങ്ങനെ വിഷമമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയല്ലേ. അപ്പോൾ ജനകിൻ്റെ ആദ്യത്തെ വിഷുവും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പടക്കമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും നാത്തൂൻ്റെ വീട്ടിൽ പോകുന്നതല്ലേ, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് പിള്ളേരായിട്ട് അവിടെ പടക്കമൊക്കെ പൊട്ടിച്ച് കമ്പത്തിരിയൊക്കെ കത്തിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്, വിഷുവിൻ്റെ തലേന്ന്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ എപ്പോഴും ഉലുവയും ജീരകവും അയമോദകവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒരു വാട്ടർ കുടിക്കും. അതാദ്യം ഞാൻ ഗ്ലാസ്സിൽ ചൂടാക്കി വെച്ചു കേട്ടോ. തലേന്ന് തിളപ്പിച്ച് വെക്കും. എന്നിട്ട് അത് ഞാൻ കുടിച്ചു. പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, അജുക്കുട്ടനെ എനിക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ പുട്ടും ചെറുപയറും കറിയുമായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ചേട്ടനും അനിയത്തിയും സുഖമായിട്ട് അവിടെ കളിച്ചും ചിരിച്ചൊക്കെ ഇരിപ്പുണ്ട്. രാമൻകുട്ടൻ പ്രാക്ടീസിന് പോയിട്ടോ. അപ്പം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ടി വിയിൽ ഓരോ ഭക്തിഗാനങ്ങളൊക്കെ വെച്ച് കൊടുക്കും. അജുക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഞാൻ എൻ്റെ വെള്ളവും കുടിക്കാനെടുത്തു. അവന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഏത്തപ്പഴം നെയ്യിലിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട, അത് 2 മുട്ട അവൻ കഴിക്കില്ല, വൈറ്റ് മാത്രം കഴിക്കുള്ളൂ. ചിലപ്പോൾ 1.5 കഴിക്കും, ചിലപ്പോൾ 1 മുട്ടയുടെ കഴിക്കാം. എന്നാലും ഞാൻ വെക്കുമ്പോൾ 2 മുട്ട വെക്കും, വൈറ്റ് മാത്രമല്ലേ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ വാവ കിടന്ന് കരഞ്ഞപ്പോൾ വാവനെ പെട്ടെന്ന് എടുത്ത് കുറച്ച് നേരം നടന്ന് ഫീഡൊക്കെ ചെയ്ത് അവൾ ഉറക്കി കിടത്തിയതിന് ശേഷം ഞാൻ പോയി കുളിച്ചു വന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും പാലും മുട്ടയും പിന്നെ എന്താണ് നമുക്ക് മെയിനായിട്ട് കഴിക്കാനുള്ളത് അതും കൂടി കഴിച്ചിട്ടാണ് ഞാൻ എൻ്റെ വയറ് നടക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും ഹെവി ആയിട്ട് കഴിക്കും, കാരണം ഫീഡൊക്കെ ചെയ്യുന്നില്ലേ എന്ന് ഓർത്തിട്ട് അങ്ങനെ കഴിക്കാറുണ്ട്. എന്നുവെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ രാമൻകുട്ടൻ വന്നു പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ അവനും ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ കളിച്ചിട്ട് രസിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ തലയുടെ മുകളിൽ കയറി ഇരുന്നതാണ് കേട്ടോ നിങ്ങളെ കണ്ടത്. അങ്ങനെ ഈ പിള്ളേർക്ക് ഉച്ചയായപ്പോഴേക്കും ഫുഡൊക്കെ കൊടുത്തു. ഞാനും പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചു. ചെറുപയർ തോരനും മീനും മുട്ടയൊക്കെയാണ് കേട്ടോ നമുക്ക് ഉച്ചയ്ക്കും കഴിക്കാനുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് കിടക്കണം, അതൊരു ശീലമാണല്ലോ. അപ്പോൾ ഞാനും കുഞ്ഞാവനെയും കെട്ടിപ്പിടിച്ചതേ കിടക്കുകയാണ്. അപ്പോൾ രാമൻകുട്ടൻ മാത്രമേ ഉറങ്ങിയുള്ളൂ, അജുക്കുട്ടൻ ഉറങ്ങിയില്ല കേട്ടോ. അങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഉഴുന്നുവടയും പിന്നെ സവാള വടയും വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഉഴുന്നുവടയും സവാള വടയും കൂടി കഴിച്ചു. അങ്ങനെ രാമനും അജുവിനും ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴേക്കും വാവ എഴുന്നേറ്റിട്ടുണ്ടായി. അപ്പോൾ വാവനെ എല്ലാ ദിവസവും വൈകുന്നേരം അത് ഞാൻ തന്നെയാണ് കേട്ടോ ശീലമാക്കിയത്. നമ്മൾ കുറേ നേരം കിടക്കണില്ലെന്ന് വിചാരിച്ച് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് നടക്കുമായിരുന്നു. പിന്നെ അജുവും രാമനും വൈകുന്നേരം ഇങ്ങനെ കളിക്കാൻ ഇറങ്ങുമ്പോൾ അവരിങ്ങനെ റോട്ടിൽ തന്നെ കോൺക്രീറ്റ് ചെയ്ത റോഡാണ്, ആ റോട്ടിൽ ഇങ്ങനെ കളിക്കും. അപ്പോൾ ഞാൻ അവരുടെ കളി കണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ വാവനെയും എടുത്ത് അവിടെ നിൽക്കും. അപ്പോൾ അത് ആൾക്കിപ്പോൾ അതൊരു ശീലമായി മാറിയിട്ടുണ്ട്. വൈകുന്നേരം ആ സമയമാകുമ്പോൾ ഇപ്പോൾ എന്തോ കുട്ടിക്ക് അത് അറിയാം. അപ്പോൾ അവൾ ആ സമയമാകുമ്പോഴേക്കും കരയും, ഇങ്ങനെ എഴുന്നേറ്റ് എടുത്ത് നടക്കാൻ വേണ്ടിയിട്ടുള്ള അവൾക്ക് എന്തൊക്കെയോ നമ്മളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലൊക്കെ അവൾ ബുദ്ധിമുട്ടുകൾ കാണിച്ച് ലാസ്റ്റ് നമ്മൾ എഴുന്നേറ്റ് നടന്ന് കഴിയുമ്പോൾ അവൾ ഓക്കെ ആവട്ടെ. അതധികം വാശിയൊന്നുമില്ല, കുറച്ച് നേരം ഒന്ന് നമ്മൾ എടുത്ത് നടന്നു കഴിഞ്ഞാൽ ആൾ ഓക്കെ ആവും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്കത് അറിയാവുന്നതുകൊണ്ട് കൊച്ചിനെ കുറച്ച് നേരം ഞാൻ എടുത്ത് നടന്നു. വെയിലൊന്ന് ആറി വരുന്നുള്ളൂ കേട്ടോ, ഒരു 3:30-4 മണി സമയമായിട്ടുള്ളൂ. അങ്ങനെ വാവ ഓക്കെ ആയപ്പോൾ അവൻ്റെ കൊണ്ടുവന്ന് കിടത്തി. അപ്പോൾ അജുവിൻ്റെ അമ്മനും അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സായിട്ടൊക്കെ കളിക്കാനായിട്ടൊക്കെ പോയിട്ടോ. അപ്പോൾ അവക്കാട് ഇരിപ്പുണ്ടായി. അപ്പോൾ അവക്കാടും ഇത്തിരി പഞ്ചസാരയും പാലും കൂടി അടിച്ച് വെച്ചിട്ട്, അപ്പോൾ ഹസ്ബൻഡ് ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ ആൾക്ക് കൊടുക്കാനുള്ളത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടു. പിന്നെ കുറച്ച് സീഡ്സിൻ്റെ പാക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായി, അപ്പോൾ അതൊക്കെ ഇട്ട് ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം എപ്പോഴും ഞാൻ തുളസിയൊക്കെ പറിച്ച് വെച്ചു. പിന്നെ ഉരുളിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു, വിളക്കും പിന്നെ കൃഷ്ണനെയൊക്കെ തുടച്ചൊക്കെ വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു വരും റെഡിയാണ്, നമുക്ക് നാത്തൂൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും പിള്ളേരും റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ കുഞ്ഞുവാവനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. കൊച്ചിനെ ഫീഡൊക്കെ ചെയ്ത് ഉറക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം 2-3 മാസം ആകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ രാത്രിയൊക്കെ അങ്ങനെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയില്ല. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഈ കോട്ട് സെറ്റ് കണ്ടോ. അപ്പോൾ നമ്മൾ വിഷുവിന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ കച്ചേരിപ്പടിയിലുള്ളത്, എറണാകുളം കച്ചേരിപ്പടിയിലുള്ള രാധാകൃഷ്ണൻ എടുത്തതാണ് കേട്ടോ. ഇത് ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ 299, 4 എണ്ണത്തിന് 999 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ 4 എടുത്തതിൽ ഒരെണ്ണം കേട്ടോ. ഇത് നല്ല വീനക്കൊക്കെ വന്ന് നല്ല ഡിസൈനൊക്കെ ഉള്ള നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല കട്ടിയൊക്കെ ഉള്ളൊരു മെറ്റീരിയലും കൂടിയാണ്. അങ്ങനെ വില കുറവാണെന്ന് വിചാരിച്ച് അങ്ങനെ ബോറായിട്ടുള്ള മെറ്റീരിയൽ എന്നുള്ള കേട്ടോ. അങ്ങനെ ഞങ്ങളിത് നാത്തൂൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ മോളെ ഫോട്ടോ കാണിച്ചില്ലേ, അതാണ് കേട്ടോ നാത്തൂനും ഹസ്ബൻഡും പിള്ളേരും. നാത്തൂന് ഒരു മോളും മോനുമാണ് ഉള്ളത്. നാത്തൂൻ്റെ അമ്മയാണ് കേട്ടോ, ചേട്ടൻ്റെ അമ്മയാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ എപ്പോഴും നമ്മൾ അതിഥികൾ വീട്ടിൽ വരുമ്പോൾ വെള്ളവും ഭക്ഷണമൊക്കെ കൊടുത്ത് സ്വീകരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് 7-Upഉം പിന്നെ ഒരു ഉണ്ട ഉണ്ടായിരുന്നു, നമ്മുടെ എന്താ പറയുക, ഇതിന് അവലോസ് ഉണ്ടയൊന്നുമല്ല, പക്ഷേ വേറെ എന്തൊരു ഉണ്ടയും പിന്നെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ കഴിച്ചു. പിന്നെ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, നമ്മൾ 850 രൂപയുടെ ഒരു പാക്കാണ് കേട്ടോ. അതിൽ ഇഷ്ടമാതിരി എല്ലാ പടക്കവും കൂടിയിട്ട് വരുന്ന ഒരു ബോക്സാണ്. അപ്പോൾ നമ്മൾ അതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഗുണ്ടുണ്ട്,
പലതരം ക്രാക്കേഴ്സ് ഉണ്ട്, കമ്പത്തിരികൾ തന്നെ പലതരം ഉണ്ട്, എല്ലാം കൂടി വരുന്നൊരു പാക്കാണ്. എനിക്കിത് ലാഭമായിട്ടാണ് കേട്ടോ തോന്നിയത്. പിന്നെ മുകളിലോട്ട് പൊട്ടുന്ന 2 ഷോട്ടുകളും ഉണ്ടായിരുന്നു. ചെറുതാണ്, എന്നാലും നമുക്ക് അത്യാവശ്യം ആഘോഷിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു 850 രൂപയുടെ പാക്കറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഒറ്റക്കൊറ്റക്ക് വാങ്ങായിരുന്നുണ്ടെങ്കിൽ ഇതിലും എമൗണ്ട് ആവുമെന്നാണ് എനിക്ക് തോന്നിയത്. എനിക്കറിയില്ല കേട്ടോ, പക്ഷേ എല്ലാം കൂടി എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ ഇത് ഞങ്ങൾ ചക്കര ഉണ്ടായിരുന്നില്ല, അവൻ കളരി പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, അവൻ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ക്രാക്കേഴ്സ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ദേ അജുക്കുട്ടൻ ഈ ഒരു വണ്ടി കയറി, എന്താ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അപ്പോൾ അതിൽ കയറി കളിക്കുന്നുണ്ട്. ദേ ചേച്ചിയും അനിയനും കൂടിയിട്ട് റിമോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, പഴയത് റിമോട്ടാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുന്നുണ്ട്. രാമൻകുട്ടൻ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് മുത്തും പോകുന്നുണ്ട് കേട്ടോ പ്രാക്ടീസിന്. അപ്പോൾ അവിടെ ഇങ്ങനെ ബോൾ എറിഞ്ഞ് നമ്മൾ കളിക്കുമല്ലോ ക്രിക്കറ്റിന്, അപ്പോൾ അത് പേരും കൂടിയിട്ട് റിമോട്ട് എറിഞ്ഞാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതേ ചക്കര വരാനുള്ള കാത്തിരിപ്പിൻ്റെ ക്ഷമ നശിച്ചപ്പോൾ 3 പേരും കൂടിയിട്ട് കമ്പിത്തിരി കത്തിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അജുനും രാമനും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, ഇതൊക്കെ പൊട്ടണ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ അവരുടെ പേടിയൊക്കെ മാറി തന്നെ കയ്യിലൊക്കെ വെച്ച് പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കളരിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ചക്കര എത്തിയപ്പോഴേക്കും എന്തെങ്കിലും ഞങ്ങളെല്ലാം പൊട്ടിക്കലൊക്കെ തുടങ്ങി. ചക്ക റോമേശപ്പവും അവനാണ് കേട്ടോ മെയിൻ ആൾ, ഇതെല്ലാം പൊട്ടിച്ച് എല്ലാം കാണിച്ചു തരുന്ന ആൾ അവനാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ കാണലും വീഡിയോ എടുക്കലും മാത്രമായിരുന്നു. രാമൻകുട്ടന് ഭയങ്കര പേടിയായിട്ട് മാറി നിൽക്കായിരുന്നു കേട്ടോ. കമ്പിത്തിരി മാത്രമേ കത്തിച്ചുള്ളൂ. പിന്നെ എല്ലാവർക്കും ഭയങ്കര നിർബന്ധം മോളിൽ പോയിട്ട് പൊട്ടിക്കണം. അത് ഞങ്ങൾ മോളിൽ വന്നപ്പോൾ ചക്രമൊക്കെ നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ മുകളിൽ വന്ന് കുറേ പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവസാനം ഒരു കമ്പിത്തിരിയിട്ട് എൻ്റെ ഒരു ഷോ ഓഫ് ആണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും എല്ലാ പരിപാടിക്കും നമ്മുടെ ഒരു ഷോ ഓഫ് ഉണ്ടാവണമല്ലോ. അങ്ങനെ ഞാനൊരു കമ്പിത്തിരിയൊക്കെ പിടിച്ചൊരു വീഡിയോ ഒക്കെ എടുത്തു. അതിന് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിതേ വന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ പോയിട്ട് പൊറോട്ടയും പിന്നെ 4 കൂട്ടം കറി, അതായത് ചിക്കനും ബീഫും വട്ടുംകരളും ബീഫിൻ്റെ തന്നെ വേറെ 2 അങ്ങനെ എന്തോ കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് കഴിച്ച് തീർക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 7:45 ആയപ്പോൾ ഇവിടെ വന്നതാണ്. ഇപ്പോൾ സമയം 9:30 മണിയായി. നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ കുഞ്ഞുവാനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഫീഡൊക്കെ ചെയ്ത് അവൾ ഉറക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ കരഞ്ഞ് ബഹളമൊന്നും വെച്ചില്ല എന്ന് തോന്നുന്നു. കാരണം 9:30 മണിയായിട്ട് അമ്മ വീട്ടിൽ നിന്ന് വിളിക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ സമാധാനമായിട്ട് ഇരുന്നു എന്നുള്ളൂ. പക്ഷേ ഇനിയും വൈകിക്കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ. വീട്ടിൽ ചെന്നിട്ട് കുറച്ചും കൂടി കണിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചക്രവും കാര്യങ്ങളൊക്കെ കത്തിച്ചപ്പോൾ പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിള്ളേർ പടക്കം പൊട്ടിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ നേരമായപ്പോൾ പടക്കം കൂടി പൊട്ടിച്ചിട്ടോ. അങ്ങനെ പടക്കം പൊട്ടിക്കലും കൂടി കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം സമയം അത്യാവശ്യം വൈകിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കഴിഞ്ഞിട്ട് അവർക്കും കൊടുത്തു, അവിടെ നിന്ന് ഞങ്ങൾക്കും കിട്ടി. പിന്നെ അവിടെ മീനുണ്ടായിരുന്നു, അത് അക്വേറിയം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2 മീൻ രാമന് വേണമെന്ന് പറഞ്ഞിട്ട് അത് ചക്കര പൊതിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ അജുവിൻ്റെ കയ്യിലിരിക്കുന്ന റെഡ് കവർ കണ്ടോ, അത് അവിടെ നിന്ന് ജനകിന് വേണ്ടിയിട്ട് വിഷുക്കോടി എടുത്ത് തന്നതാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ബാക്കിയുള്ള 2-3 കമ്പത്തിരിയും കൂടിയൊക്കെ പിറക്കിയെടുത്ത് ഞങ്ങളിത് പെട്ടെന്ന് വീട്ടിൽ വന്നു. ഭാഗ്യത്തിന് കുഞ്ഞാവ് അപ്പോഴും ഉറക്കം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പിള്ളേരെയൊക്കെ ഉറക്കി, അതായത് അജുനെയും രാമനെയൊക്കെ ഉറക്കി കഴിഞ്ഞ് ഞാൻ കണി ഒരുക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അരി എന്തെങ്കിലും ഇട്ടിട്ട് വേണം നമ്മൾ ഓട്ടുരുള്ളിയിൽ കണി വെക്കാനായിട്ട്. അപ്പോൾ ഉണക്കലരിയോ അങ്ങനെ എന്തോ അരിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ പച്ചരി രാവിലെ തന്നെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ അറിയാലോ, നമ്മൾ കണിവെള്ളരി, പിന്നെ നമ്മൾ ഇതിൽ തന്നെ കണിക്കൊന്ന പൂ വെച്ചിട്ടാണ് കണിവെള്ളരി, ചക്ക, മാങ്ങ, തേങ്ങ, ആപ്പിള്, ഓറഞ്ച്, 2 സൈസ് മുന്തിരി, അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണി വെക്കാനുള്ള മത്തങ്ങ കിട്ടും. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് അതൊക്കെ ഇതിൽ വെക്കാൻ പറ്റുന്നതൊക്കെ ഇതിൽ സെറ്റ് ചെയ്തു. കണ്ണാടി, പിന്നെ നമ്മൾ കുങ്കുമം വെക്കണം. പിന്നെ ഞാൻ കർപ്പൂരം കുഴിയാൻ വേണ്ടിയിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൺമഷി, വെറ്റില, അടക്ക, പിന്നെ സ്വർണത്തിൻ്റെ എന്തെങ്കിലും തരി,
പിന്നെ നാണയങ്ങൾ, കാശ്, പിന്നെ സാമ്പ്രാണിത്തിരി, പിന്നെ ധാന്യങ്ങൾ, അതെന്തൊക്കെയാണോ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്, കണിയിൽ എന്തൊക്കെ വെക്കണോ അതെല്ലാം ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ചന്ദനത്തിരി അടക്കം മേശപ്പുറത്ത് ഇങ്ങനെ എടുത്ത് നിരത്തി വെച്ചിട്ടാണ് ഞാൻ കിടന്നത്. കാരണം പുറത്ത് നമുക്ക് ഓലയിലാണ് കണി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ബാക്ക് വശത്ത് മതിൽ പൊളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ആ വഴി പട്ടി രാത്രിയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇൻ കേസ് ഞാനിത് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടി എങ്ങാനും കയറിക്കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെളുപ്പിന് തന്നെ എഴുന്നേറ്റിട്ട് കണി നേരെ കൊണ്ട് അവിടെ ഒരുക്കി സെറ്റ് ചെയ്ത് വിളക്കൊക്കെ കത്തിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അകത്ത് മേശപ്പുറത്ത് തന്നെയാണ് ഒരുക്കി വെച്ചത്. പിന്നെ ഇതിന് ഞാൻ മാല കെട്ടാൻ വേണ്ടി ഇരുന്നു. ഞാൻ മാല കെട്ടാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും അറിയുന്ന പോലെ ഇതേ കൃഷ്ണനൊരു തുളസിമാലയും ചെത്തിപ്പോക്ക് വെച്ച് മാലയൊക്കെ കെട്ടി കൃഷ്ണനെയൊക്കെ ഒരുക്കി. പിന്നെ രാമായണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. രാമായണം ഉണ്ട് വീട്ടിൽ. അതിങ്ങനെ റൂമിൽ വന്ന് നോക്കുമ്പോൾ ഇതേ 3 പിള്ളേരും അച്ഛൻ ദേ ഫോണും കണ്ട് കിടപ്പുണ്ട്. അക്ക തന്ന ഡ്രസ്സ് എനിക്ക് നോക്കാണ്ട് സമാധാനം ഇല്ലായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഡെനീമിൻ്റെ ഡ്രസ്സായിട്ട് തോന്നുമെങ്കിലും അങ്ങനെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നാളെ ഇത് എന്തായാലും കുഞ്ഞാവിനെ ഇടിക്കണം. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.